ഹായ് സുഹൃത്തുക്കളെ, പല സ്ഥലങ്ങളിൽ നിന്നും മന്തി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആരങ്കോട് പള്ളിക്കടുത്തുള്ള ഈ സഹറൽ മന്തി, ഇവിടുത്തെ ചിക്കൻ മന്തി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ മാക്സിമം ഫുഡ് മെനു ഉൾപ്പെടുത്തി മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കടയുടെ പേര് പോലെ തന്നെ മന്തി ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. സോണുകളായി തിരിച്ച ഫാമിലി ഫ്രണ്ട്ലി AC ഡൈനിങ് ഏരിയ, അതോടൊപ്പം തന്നെ മജ്ലിസ്, വളരെ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫ്സ്, ഇതൊക്കെയും പ്ലസ് പോയിൻറ്റ്സ് ആട്ടോ. ദേ ഇവിടുത്തെ മെനു ഇതാണ്: ചിക്കൻ മന്തി, മട്ടൺ മന്തി, ബീഫ് മന്തി എന്നതിനൊപ്പം തന്നെ ചിക്കൻ്റെ വെറൈറ്റീസ് ആയിട്ട് അൽഫാം മന്തി, പെരി പെരി മന്തി, ഗ്രീൻ ചില്ലി മന്തി. ഞാൻ എന്തായാലും നോർമൽ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും അതിൻ്റെ സൈഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് തുടങ്ങിയത് സലാഡിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊളി. നല്ല എരിവുള്ള ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച സാലഡ്. ദേ അടുത്തത് ചട്ടിനി. ചട്ടിനി എനിക്ക് കഴിച്ചിട്ടൊരു പൂർണ്ണ തൃപ്തി തോന്നിയില്ല എന്നോണം പറയാൻ. അതായത് ഒരു സ്പൈസി ഫീൽ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ പിന്നെ ഈ മയണൈസ്, അത് കണ്ടാലേ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. നോക്കി നല്ല തിക്നെസ് ഇരിക്കുന്നുണ്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി, ചെറിയ ഒരു ഷുഗറിൻ്റെ ആ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. നല്ല തിക്നെസ് ഉണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളത് വെയിറ്റ് ചെയ്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ നെടുകെ കയറി വെച്ചേക്കാണ്. കൂടുതൽ കളർ ഡെക്കറേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. സംഭവം സെറ്റ്. ഇതൊക്കെ പോട്ടെ, ഇതേണ്ട ഈ ഒരു റൈസ്, ഇതിലാണ് ഞാൻ കൂടുതൽ അഡിക്റ്റ് ആയത്. എൻ്റെ പൊന്നോ, ഒരു ആരോമാറ്റിക് ഫീൽ, ആ ഒരു സ്മെല്ല് ഒരു രക്ഷയില്ല. ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും ആ ഒരു ബ്ലാക്ക് പെപ്പറിൻ്റെയൊക്കെ ആ ഒരു മുളകിൻ്റെ വരെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലും അന്യായം. കാര്യവും പറഞ്ഞ് വീഡിയോ എടുത്ത് ഇനി അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വിശന്ന വലഞ്ഞ വയർ തിത്തേ പാടുന്നു. നല്ല അടിപൊളി ആവിയിലിരുന്ന് വെന്തത് കൊണ്ട് തന്നെ ചോറായാലും ചിക്കനായാലും നല്ല അടിപൊളി പരുവം, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ചിക്കനിൽ തന്നെ ഇങ്ങനെ പിടിച്ച് ഇളകി എടുക്കുമ്പോണ്ടല്ലോ, അത് ലോഫായിട്ടാണ് ഇങ്ങനെ ഇളകി വരുന്ന സംഭവം. അയ്യോ, അതിങ്ങനെ നമ്മൾ ആ ഒരു മയണൈസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ എന്നാ ഫീലാണെന്നറിയോ. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മന്തി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നീ കഴിച്ചതിൻ്റെ ഒരു ഫീൽ എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല എന്നോണം പറയാം. കാരണം ഈവൻ ചിക്കൻ ആണെങ്കിലും ഈവൻ റൈസ് ആണെങ്കിൽ കൂടിയും കാര്യം അതൊരു കംപ്ലീറ്റ് കോംബോ, അത് ബെറ്ററായാലും മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും അന്യായം, ഒരു രക്ഷയില്ല. അതിങ്ങനെ നമ്മൾ ലോഫായിട്ട് ആ മീറ്റ് ഇങ്ങനെ ഇളക്കിയെടുത്ത് ചോറുമായിട്ടൊന്നിങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് മൈനസ് ഡിപ്പ് ചെയ്ത് കഴിക്കണം. പാത്രത്തിൽ നിന്ന് ഓരോ പിടിയും വായിൽ വെച്ച് കഴിക്കുമ്പോഴാണ് ഉസ്താദ് ഹോട്ടലിൽ തിലകൻ ചേട്ടൻ പറയുന്ന ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്: പൈസ കൊടുത്ത് നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്നറിയണം. അതാണ് ശരിക്കും വേണ്ടത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മന്തി കഴിച്ചവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെയും ജെന്യൂൻ ഫീഡ്ബാക്ക് കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. ഇനി അതല്ല, ഇവിടെ നിങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാനിവിടെ പറഞ്ഞുതരാം. ആറ്റിങ്ങൽ ആലങ്കോട് പള്ളിക്കും തൊട്ടടുത്ത് തന്നെയുള്ള കിയ കാർ ഷോറൂമിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ളത്.